കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എങ്കിടായിരുന്നല്ലേ നിങ്ങൾ നോക്കണത്? നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പൊ ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ള കേട്ടാ. നേരം വൈകിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവാണ്. പോണ വഴിയൊക്കെ കാണിച്ചു തരാം. മൊത്തം എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ. എന്റെ ബ്ലൗസ് എങ്ങനെയുണ്ട്? ഞാൻ തന്നെ തയ്ച്ചതാണ്. ഇത് നമ്മുടെ നിദ്വേലെ സെറ്റ് സാരിയാണ്. ഇതിന്റെ ഒക്കെ റീൽ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ നേരം വൈകി. അപ്പോ മുല്ലപ്പൂ വെച്ചിട്ടിട്ട് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. നോക്ക്, എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്ര അധികം മുടി പൊട്ടിമുളച്ചു വന്നു. അല്ലാത്ത എക്സ്റ്റൻഷനാണ്. രസം കണ്ടപ്പോ ഇഷ്ടം തോന്നി മേടിച്ചതാണ്. അപ്പോ ഒരു ദിവസമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തേത്. ഞാൻ പൊട്ടൊന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോ അവിടെ പോകുമ്പോ റെഡിയാക്കല്ലേ എല്ലാതും. നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ട്. എനിക്ക് എന്റെ ബ്ലൗസ് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെ പറയൂ. ഞാൻ മാലയൊക്കെ ഒരെണ്ണം എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഒരു കുറെ നാളായില്ലേ നമ്മൾ ഈ ചെറിയ മാല തന്നെ ഇടുന്നത്. അപ്പൊ എനിക്ക് എന്തോ വലിയ മാല കിട്ടുമ്പോ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത. എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടി അങ്ങോട്ട് പോണില്ല. നമ്മൾ എന്തായാലും ഹൗസ് വാമിങ്ങിന് പോയിട്ട് വരാം. ഞാൻ ആർഭാടമാകോ? ഇറങ്ങി നമ്മുടെ വീട്ടില് ആ പൂപ്പായ കുറയ്ക്കാൻ കൊണ്ടുവച്ചുള്ള കേട്ടോ ആ കുതിര. പണിയുണ്ട് നമ്മുടെ വീട്ടില്, കുറച്ചും കൂടിയും പണിയുണ്ട്. നമുക്ക് പോലെ ഇനി അങ്ങനെ നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടാട്ടോ. അച്ചാച്ച അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അച്ചാച്ചനൊന്ന് നോക്കാം. അപ്പൊ നമുക്കിനി കുറച്ചും കൂടി പരിപാടി ഉണ്ടല്ലേ. എന്റെ മുഖത്ത് വീണ്ടും പുതിയ പുതിയ കുരുകൾ വരുന്നുണ്ട്. എന്ത് ചെയ്യാം, ഓയിലി ഫുഡ് ഞാൻ കുറയ്ക്കില്ലല്ലോ. എന്റെ വള എങ്ങനെയുണ്ട്? ആർഭാടമാണോ ചേട്ടാ? ഗൗരവം. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു. എപ്പിട്ടതാട്ടാ. അപ്പൊ കൂട്ടെ നമുക്ക് ഇനി ഗിഫ്റ്റ് പേപ്പർ മേടിക്കണം. നമ്മൾ മേടിച്ചില്ല. നല്ല റോഡായ കാരണം നല്ല നല്ല ഷേക്കിംഗ് ഉണ്ടാകും. അപ്പോ ഞാൻ ട്രൈപോഡ് എടുക്കാൻ മറന്നു. ഒന്നാമത്തെ കാര്യം അതായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറമാൻ ഇന്ന് ഉണ്ടല്ലോ, അങ്ങനെ വലിയ സീനില്ല. അപ്പൊ നമ്മള് പൂവത്തിങ്കളിലേക്കാണ് വന്നിട്ടുള്ളത്. എന്റെ ഈ കമ്മൽ മാറ്റണം. ഇത് ഒരു മാച്ചില്ലല്ലോ അല്ലെ? നോക്കട്ടെ, ചിലപ്പോ തന്നെ ഇടുഞ്ഞ്. എന്റെ മുഖത്താകെ കുരു വന്നു. എനിക്ക് അതാണ് ഒരു വിഷമം. അപ്പൊ ഞാൻ എന്തായാലും ഗിഫ്റ്റ് പേപ്പർ മേടിക്കാൻ പോവാ. അപ്പൊ നമ്മൾ മേടിച്ച കമ്മൽ ഇതാണ്. ഞാൻ ഇട്ട് നോക്കട്ടെ കേട്ടാ. അപ്പൊ നോക്കിയേ, ഇന്ന് എന്തായാലും മൊത്തത്തിൽ ഒരു ആർഭാടമാണ്. അപ്പൊ ഞാൻ മേടിച്ച കമ്മല് ഇതിന് അത്ര പൈസ ഒന്നുമില്ല കേട്ടോ, 75 രൂപയുള്ളൂ. അപ്പൊ ഞാൻ ഇട്ട് നോക്കട്ടെ. ഇട്ട് നോക്കിട്ട് കാണിച്ചു തരാം. അപ്പൊ നോക്കിയേ, ഇവിടെ ഇടി കമ്മലിന്റെ അത് കിട്ടാൻ വേണ്ടിട്ട് ഇടി. അയ്യോ, ഇത്തിരി വലുപ്പം കുഴപ്പമില്ലല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇത്തിരി ഇതാക്കാൻ പറ്റുള്ള. അതിന് കവർ ഇടാം. നല്ല തിരക്കാട്ടാ, നല്ല ബിസി. കൊഴപ്പില്ല. ഇട്ട് വന്നപ്പോ ഭംഗിട്ട് എന്നെ ഞാൻ തന്നെ പൊക്കാൻ, വേറെ ആരും വേണ്ട, ഞാൻ തന്നെ മതി. അല്ലേ ചേട്ടാ? ചേട്ടാ എനിക്ക് ഗൗരവമാണ് വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ. ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളൊക്കെ പറപ്പിച്ച് കളഞ്ഞാനല്ലേ ചേട്ടാ വണ്ടി ഓടിക്കാച്ചുണ്ടെങ്കിൽ. അടിപൊളി. അപ്പൊ അപ്പുകൂട്ടനും ഭാവിയും ബാക്കിലേക്ക് പോയി. ഇഷ്ടായി കമ്മല്, ഇഷ്ടായി. നിനക്ക് ഇഷ്ടായി പറയട്ടാ. ഞാനെന്തോ ഒച്ചപ്പാടുള്ള ഹളോ അല്ലേ? അത് നമുക്ക് അങ്ങനെയല്ലേ, ചെറിയൊരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കില്ലേ? ആ ഒരു ഹാപ്പിയാണ് നിങ്ങൾ ഇപ്പൊ എന്റെ ഫേസ് കാണുന്നത്. എനിക്ക് ചിരി വരുന്നത് ഏതെന്നറിയാം, എന്റെ മുടി മാത്രം. പറഞ്ഞേ, അത് വേണ്ട, പേര് എഴുതുന്നൊന്നും വേണ്ട, നമുക്ക് ഒട്ടിച്ചാ മതി. പറയോ, ഇത്ര അധികം മുടിയൊക്കെ ഉണ്ടായിരുന്നതിന്. പക്ഷെ ചുരുണ്ട മുടിയായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ടുപോയി വെട്ടി കളഞ്ഞതാണ്. എന്നാലും ഇങ്ങനെ കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് അല്ലേ മുടി? കുഴപ്പമില്ല, വളർത്തിയാൽ നമുക്ക് സാധിക്കാത്തതൊന്നുമില്ല. പക്ഷെ മുടി വളർന്നതൊക്കെ മുടിയുടെ ഒരു ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ നമ്മള് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ലൊക്കേഷൻ ഇടണം. അതിനുള്ളിൽ നമുക്കൊരു ലൈവ് നോക്കിയാലോ? ലൈവ് പോയി നോക്കിയാലോ? ബാബാ
അപ്പുക്കുട്ടെ എന്തോ കുറച്ചും കൂടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ലാതെ ആകും എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ഈ മുടി മാത്രമേ ഇത്തിരി ഭാരമായിട്ട് തോന്നിയിട്ടുള്ളൂ. അത് വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഊര് തുര കളയാം. ഓക്കെ, പിന്നെന്താ പറയാൻ വന്നത്? പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. പോണ വഴിയൊക്കെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇന്ന് പരിപാടി ഉള്ളതൊക്കെ കാണിച്ചു തരാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ ഹൗസ് വാമിങ് സെറിമണി നടക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളുടെ വീട് പാർക്കലാട്ടാ, എന്താ പെരവാസ്തൂലി അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ചങ്കും കരളുകളും എല്ലാതും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് നന്ദു, പാപ്പൻ്റെ മോളാണ്, ഒക്കെ സിസ്റ്റേഴ്സാണ് കേട്ടാ. ഒരു സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല, ബാവ സ്നേഹ. അവൾ ബാംഗ്ലൂർ BSc നഴ്സിംഗ് പഠിക്കുന്നു. അപ്പോൾ അവൾക്ക് അവിടെ വെക്കേഷൻ ലീവില്ല, അവൾക്ക് ലീവ് തന്നിട്ടില്ല. ഇനിയിപ്പോൾ ഓണത്തിനേ വരുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ശബ്ദം, ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ വോയിസ് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണില്ല എന്ന്. അപ്പോൾ ഇനി അത് വേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചുരുക്കി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാനൊരു മ്യൂസിക് ഇട്ടുതരാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ റിലേറ്റീവ്സ്, അതായത് പാപ്പന്മാർ, അച്ഛൻ, വെല്ലിശ്ശൻ, അവരുടെ മക്കൾ, പാപ്പന്മാരുടെ മക്കൾ, പിന്നെ കസിൻസ് റിലേറ്റീവ്സൊക്കെ ഒന്ന് തന്നെയല്ലേ അല്ലേ. പിന്നെ കുറച്ച് നൈബേഴ്സ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് പരിപാടിയായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക, പുറമെ കൊടുത്തു കൊടുക്കായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ഫുഡായാലും പരിപാടിയായാലും അടിപൊളിയായിരുന്നു. പിന്നെ വീടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. വീട് അടിപൊളി, ഒരു വിൻറ്റേജ് ലുക്കുള്ള വീടാണ്. ഞാൻ നമ്മളുടെ നിതുവേന്ന് എടുത്ത സാരി ജസ്റ്റ് ഒന്നിങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ചെറിയ റീലൊക്കെ ചെയ്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വന്നപ്പോൾ അമ്പലത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ മാത്രമല്ല കേട്ടോ, അവിടുത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വീടുമ്പോൾ ചെയ്തിട്ടുള്ളത് അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കി എൻ്റെ കുറച്ച് കുൽസിത പ്രവർത്തികളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായി, മേമ, പാപ്പൻ, ഞാനിങ്ങനെ ആരിങ്ങനെ എടുത്ത് പറയുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ, മുന്നത്തെ വീഡിയോയിലായാലും നിങ്ങൾക്ക് ഇവരൊക്കെ കണ്ട് പരിചയം ഉണ്ടായിരിക്കും. ആ പോണത് കിച്ചു, എല്ലാവരും നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അപ്പം ഞാനത് എടുത്ത് പറയണമെന്നില്ല കേട്ടോ. അപ്പം ഇനി എന്തായാലും കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കാണും. അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഫുള്ള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ ഏരിയയാണ്. അടിപൊളിയാണ്. അതുപോലെ തന്നെ കിച്ചണും എന്ന് വെച്ചാൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, അടിപൊളി വീടായിരുന്നു കേട്ടോ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ, എന്താ പറയുക, വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഒന്ന് വന്നാൽ മതി. അത്രയും അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഞാനങ്ങോട്ട് വായിട്ട് അലക്കണില്ല. നമുക്ക് നമ്മുടെ കസിൻസിൻ്റെയും അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാം.
പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ എല്ലാവരും പോയി തുടങ്ങി. പിന്നെ നമ്മളും പോവാം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇവരൊക്കെ തലേന്ന് ദിവസം വന്നു. തലേന്ന് ദിവസം അല്ല 2 ദിവസം മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ കസിൻസ് എല്ലാവരും. ഞാൻ മാത്രം എത്താഞ്ഞത്. എനിക്കൊരു മരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കൊടുക്കായിരുന്നു കേട്ടോ. കാരണമാണ് തലേന്ന് ദിവസം എത്താൻ പറ്റാഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ പോകുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമായിട്ടാണ്. നമ്മൾ വല്ലപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടാട്ടാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമുള്ളൊരു മൊമെൻ്റാണ്. എല്ലാവരും ഇട്ട് എന്താ പറയുക, ഞാൻ ഇടയ്ക്ക് വിചാരിക്കും കല്യാണം കഴിക്കേണ്ടായിരുന്നു കുരിശെന്ന് വിചാരിക്കും. അത്രയ്ക്കൊരു വിഷമുള്ളൊരു നിമിഷമാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും നമുക്ക് മൂവ് ഓൺ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. വി ഹാവ് ടു മൂവ് ഓൺ. അങ്ങനെയല്ലേ സംഭവം ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറയുന്നത് തോന്നണില്ല പോകാൻ. പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വയലറ്റ് സാരിയില്ല, അതാണ് ചേച്ചിയുടെ അനിയത്തി അജു, വക്കീലാണ്. ഇപ്പോൾ ആൾ ജർമ്മനിയിലാണ്. അപ്പോൾ 15-ാം തീയതി റിട്ടേൺ പോകും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിതുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തടിയുള്ള ആൾക്കാരെ പിടിച്ചിങ്ങനെ ഞെക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സ്നേഹം കൊണ്ടുള്ള ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ വെല്ലിശനാണ് ഇട്ടാ നിൽക്കണം. ആ വെള്ളി ഇട്ട് നിൽക്കുന്നത് വെല്ലിശ, അതായത് ചേച്ചിയുടെ അച്ഛൻ. പിന്നെ ഇത് അമ്മു, വല്യമ്മ, പിന്നെ അവരുടെ റിലേറ്റീവ്, പിന്നെ അമ്മായിയുടെയും എൻ്റെയും ചായ ഒരുപോലെ ഉണ്ടെന്ന് പറയും. അതായത് അച്ഛൻ്റെ പെങ്ങളാട്ടായി വരുന്നത്. അമ്മായിനെ എന്നെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും അമ്മയാണോന്ന്, അമ്മായിയോട് ചോദിക്കും മോളാണോന്ന്. മോൾ തന്നെയല്ലേ അല്ലേ. അങ്ങനെ അവൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മുട്ടായൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോവാട്ടാ. അപ്പോൾ അമ്മായിനെ ബസ് സ്റ്റോപ്പിലാക്കണം, അമ്മൂനെ നമുക്ക് ഒള്ളരിയിലേക്ക് ആക്കണം. അപ്പോൾ അമ്മൂൻ്റെ വീട് എടുത്ത് തന്നെയാണ്. അപ്പോൾ നോക്കിയാൽ ഞങ്ങളുടെ കുറച്ച് കുൽസിതം വീണ്ടും കാറിൽ. അപ്പോൾ അമ്മു പറഞ്ഞു നീ ഫോട്ടോ എടുത്തോ, നീ എൻ്റെ വീഡിയോ എടുത്ത് എന്നെ നശിപ്പിക്കരുതെന്നൊക്കെ. അപ്പോൾ അത് നമ്മൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി അമ്മൂൻ്റെ വീട്ടിലേക്ക് പോവാട്ടാ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ നമുക്കൊരു അതിഥി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞൊരു അതിഥി. എനിക്കിഷ്ടമായി. എൻ്റെ ഒരു വലിയ ഡ്രീമാട്ടാ നമ്മുടെ ബൊമ്മൂൻ്റെ പോലെ തന്നെ ഒരു പൂച്ചക്കുട്ടീനെ മേടിക്കണമെന്ന്. അപ്പോൾ അമ്മൂൻ്റെ അവിടെ പൂക്കിന്നൊന്നല്ല കേട്ടോ അതിൻ്റെ പേര്, ഞാൻ പൂക്കിന്ന് വിളിക്കുന്നതാണ്. എനിക്കിഷ്ടമായി. അയ്യോ ഇനിങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ അമർത്തി ഞെക്കി പൊട്ടിക്കാതൊക്കെ പറയില്ല, അതേപോലെ ഒരു ഫീലായിട്ട് എനിക്ക്. എൻ്റെ പിങ്കുണ്ടായിരുന്നു പണ്ട് എൻ്റെ കയ്യിൽ. എനിക്കപ്പോൾ അവളെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ അവളെങ്ങനെ ഞാൻ ഇങ്ങനെ ഞെക്കി ഇങ്ങനെ തോളിലൊക്കെ ഇട്ടിട്ട് എൻ്റെ ക്യാമറ പോലെയാണ് ഞാൻ കൊണ്ടു നടന്നു വന്നത്. അതേപോലെ കേട്ടോ. അപ്പോൾ അമ്മു വാതിൽ തുറന്ന് കയറിയിട്ടുണ്ട്. നമുക്കും കയറാം. റോഡ് സൈഡിലായ കാരണം വണ്ടികൾ ഏത് നേരത്തും ഉണ്ടാവും. അപ്പോൾ എനിക്ക് പേടിന് ഉണ്ണികൾ എപ്പോഴും അങ്ങോട്ട് ഓടാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെന്ന വഴിക്ക് ഇതേ നിൽക്കണു പൂക്കി മോൾ. അയ്യോ പൂക്കി മോൾ ആദ്യമൊന്നും സമ്മതിച്ചൊന്നുമില്ല കേട്ടോ. അതിക്ക് നമ്മൾ അറിയാത്തൊരാളല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ പൂക്കിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, പിന്നെ അവൾക്ക് മനസ്സിലായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരു ബ്ലഡ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്മെല്ലടിച്ചപ്പോൾ, അതായത് അമ്മൂൻ്റെയും ഭദ്രയുടെ ഒക്കെ എടുത്ത് നിൽക്കണ കാരണം അവരുടെ ഒരു സ്മെല്ലല്ലേ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പൂക്കി നമ്മളായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി ഇഷ്ടമായി. അതിക്കൊരു ജാട ഇട്ടു, ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്. പിന്നെ മൂപ്പര് ഓക്കെ ആയി, നമ്മുടെ വൈബിലേക്ക് വന്നു കേട്ടോ. എനിക്ക് അത് കിട്ടിയപ്പോഴുണ്ട് അയ്യോ ഇങ്ങനെ ഞെക്കി നമുക്കൊരു എന്താ പറയുക, എനിക്ക് അറിയില്ല എനിക്ക് എങ്ങനെ. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് ആനിമൽസ് ആയാലും ഇങ്ങനെ എന്തോ പിതുക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതേ ഒരു ഫീലാട്ടോ എനിക്ക്. നമ്മുടെ പൂക്കിമോള് വല്യമ്മയുടെ അമ്മൂൻ്റെയും ഭദ്രയുടെയും പെറ്റാട്ടാ. അവൾക്ക് ഇങ്ങനെ കുറച്ച് നിർബന്ധമൊക്കെ ഉണ്ട്. പുറത്തൊന്നും ബാത്റൂമിൽ പോകില്ല. നമ്മളെ ബാത്റൂമില്ലേ അതിൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് കൊടുക്കണം അവൾക്ക്. അന്ന് ബാത്റൂമിൽ പോയിട്ടാണ് അവൾ യൂറിനൊക്കെ പാസ് ചെയ്യുക. വല്യമ്മ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. പിന്നെ എൻ്റെ ഫേസിലുള്ള കുരു മാറാൻ വേണ്ടിയിട്ട് വല്യമ്മ കുറച്ച് പൊടിക്കയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വീട്ടിൽ വന്നിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഒക്കെ നാച്ചുറൽ ആട്ടാ. വല്യമ്മ നമ്മളെ കൂടെ വന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ചെടിയൊക്കെ വല്യമ്മ പറിച്ച് തന്നേനെ. അപ്പോൾ വാവയ്ക്ക് നല്ല ഇഷ്ടമായി. അപ്പുകൂട്ടനും പിന്നെ നമ്മുടെ പൊമ്മൂനെയും പേടിന്, പാറ്റേനെയും പേടിന്, പല്ലിനെയും പേടിന് എന്ന് പറഞ്ഞ പോലെ അപ്പുകൂട്ടനും വലിയ ഇതില്ല കേട്ടോ. ഇതൊക്കെ അവളുടെ പൂടെയായിട്ട് അവൾ പേർഷ്യൻ കയറ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ. അപ്പോൾ നോക്കിയേ അമ്മു പറയുന്നുണ്ട് നീ അതിൻ്റെ വയറാന്ന് വിചാരിക്കരുത്, അത് അവളുടെ ഫുൾ പൂളിൽ. അയ്യോ എനിക്ക് എൻ്റെ ബിസ്ക്കറ്റ് അവിടെ കെടുക്കണ പെണ്ണുമ്പിള്ള, നീ എന്നെ വിടുന്നുണ്ടോ, നീ എന്നെ ഞെക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെയൊക്കെ ഇരിട്ട് അവൾ പറയുന്നത്. എനിക്ക് ഇഷ്ടമായി. നല്ലൊരു സോഫ്റ്റ് പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ അവളെ. അയ്യോ എന്ത് രസം നോക്ക്, അവളെ ഫേസ് നോക്ക്. അത്രയും ക്യൂട്ട്നെസ് അല്ലേ പൂച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യൂട്ട്നെസ് അല്ലേ.
പോവാണ്. കഴിഞ്ഞു. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുരളി ഇനിയിപ്പോ ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി ആവുമ്പോ കാണാൻ പറ്റും. ടാറ്റാ. ടാറ്റാ. ബൈ ബൈ. പാവ പറഞ്ഞില്ലേ ടാറ്റാ. ടാറ്റാ. ടാറ്റാ.